രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ പേർ രംഗത്ത്. ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ പലതവണ സമീപിച്ചുവെന്ന് യുവതിയുടെ ആരോപണം. പരാതിപ്പെടുമെന്നറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ, ഹൂ കെയർസ് എന്നൊക്കെയായിരുന്നു മറുപടിയെന്നും യുവതി ആരോപിച്ചു. 2023 കാലഘട്ടത്തിലാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും. 10, 15 അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഡിസപ്പിയർ ആയി പോകുന്ന മെസ്സേജ്. അങ്ങനെയായിരുന്നു പുള്ളി മെസ്സേജ്. അതിന് 3 ചാറ്റ് പേജുകളുണ്ടായിരുന്നു. 3 ഇപ്പൊ 10 ആണെങ്കിൽ 10, 15 അല്ലെന്നുണ്ടെങ്കിൽ 1 ഡേ കഴിയുമ്പം അയക്കണം. അങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ആദ്യമൊക്കെ മെസ്സേജ് അയക്കായിരുന്നു. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ കണ്ടു മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം എന്നോട് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം, സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അത് നീ ഓക്കെ ആയതിനു ശേഷം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മീറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളി ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യായിരുന്നു. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കല്യാണം ഇപ്പം എൻ്റെ ഇതില് എനിക്കിപ്പോ ഒരു കല്യാണത്തിനോട് താല്പര്യമില്ല, നീ അപ്പൊ എന്നോട് ഇതിന് കല്യാണത്തിന് എൻ്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്നാ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നു ചോദിക്കുന്ന സമയത്ത് നീ ഇതിനകത്ത് ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെയായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതിനുശേഷം വളരെ അടുത്ത കാലത്തും പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ, ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറയുന്നവരാണ് ഐ ഡോണ്ട് കെയർ, ഹൂ കെയർ, പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും പുള്ളി പറയുന്ന രീതിയും അങ്ങനെയാണ്. എനിക്കൊരു പ്രശ്നമില്ല, പുറത്ത് പറഞ്ഞു. ഫസ്റ്റ് ടൈമിൽ മാത്രമേ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പിന്നീടാണ് ആ സമയത്ത് പുള്ളി ഒന്നുമല്ല, പിന്നീടാണ് യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റ് ആവുന്നതും പിന്നീടാണ് പാലക്കാട് MLA ആവുന്നതും എല്ലാം. എനിക്ക് ഇതിൽ സത്യം ഉണ്ടെന്നും ഞാനും ഇത് അനുഭവിച്ച ഒരാളാണെന്നും എനിക്ക് പറയണമെന്ന് തോന്നി. കേരളത്തിൽ 10 പേരെങ്കിലും ഇത് വിശ്വസിക്കുന്നവരുണ്ടാവുമല്ലോ, അവരെങ്കിലും കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും സത്യങ്ങൾ പുറത്തു വന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിന്, ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനവും രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് പുതിയൊരു ആരോപണം കൂടി വരുന്നത്. അത് ഇപ്പോൾ എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്? തനിക്ക് നേരിട്ട അനുഭവം യുവതി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചെങ്കിലും ഇപ്പോഴും MLA ആയി തുടരുന്നുണ്ട്. MLA സ്ഥാനത്തും വേഗത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ വിവാദങ്ങൾ അങ്ങനെ തുടരുകയാണ്. പക്ഷേ അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ വന്നിരുന്നു. അതിന്റെ തുടർച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ യുവതിയോട് തന്നെ മറ്റു പല യുവതികളും സമാനമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ 24 സംസാരിച്ചപ്പോൾ ആ യുവതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 ആദ്യമായി ഇൻസ്റ്റാഗ്രാം വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷം ടെലഗ്രാമിൽ വരാൻ ആവശ്യപ്പെട്ടു. ടെലഗ്രാമിൽ ടൈമർ സെറ്റ് ചെയ്താണ് ഇയാൾ ഈ യുവതിയോട് സംസാരിച്ചത്. ആ യുവതിയോട് സംസാരിക്കുന്ന ഘട്ടത്തിലടക്കം പലപ്പോഴും പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം വിവാഹാഭ്യർത്ഥന വാഗ്ദാനം ചെയ്തു. അതിനുശേഷം പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ തന്നെ ഈ യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല, പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ
അധികം സമ്മർദ്ദം ചെലുത്തിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് നൽകിയ പ്രതികരണം. പക്ഷേ അതിനുശേഷം ഈ സംഭവം എല്ലാം നടക്കുമ്പോൾ അയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലോ എത്തിയിട്ടില്ല. പക്ഷേ പിന്നീട് അധ്യക്ഷ പദവിയിലെത്തുന്നു, MLA ആകുന്നു. അതിനുശേഷം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ നേരത്തെ എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സമീപനം, ഹൂ കെയർസ്, ഐ ഡോണ്ട് കെയർ തുടങ്ങിയ ആറ്റിറ്റ്യൂഡോട് തന്നെയാണ് ആ യുവതിയോടും ഇത്തരത്തിൽ പെരുമാറിയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ യുവതി മനസ്സിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ചൂഷണം നേരിട്ടതിൽ ഒരാൾ മാത്രമല്ല താൻ, നിരവധി സ്ത്രീകൾ, പെൺകുട്ടികൾ സമാനമായി തന്നെ ചൂഷണം നേരിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്താൻ താൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ പോലീസിലോ പരാതി നൽകിയിട്ടില്ല. കാരണം ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു ഉന്നത നിലയിൽ സ്വാഭാവികമായിട്ടും ആ നിലയിൽ പരാതി പരിഗണിക്കപ്പെടില്ല എന്നുള്ളൊരു ബോധ്യത്തെയാണ് മറ്റ് നിയമ നടപടികളൊന്നും തന്നെ ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇത്തരം സത്യങ്ങൾ അറിയുന്ന കുറച്ച് പേരെങ്കിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് താൻ ഇപ്പോൾ എത്ര കാലം മൂടി വെച്ചാലും സത്യം പുറത്തു വരുമെന്ന ബോധ്യത്തിൽ തന്നെ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതാണ് യുവതി ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്, നിതിൻ, ഈ യുവതിയുമായി നിതിൻ അംബുജൻ സംസാരിച്ചിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിലോ മറ്റോ അവരെന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ? ഈ ഒരുപാട് പേർ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഇത് പുറത്തു പറയാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണോ അവർ വിശദീകരിക്കുന്നത്? നിതിൻ, ഞാൻ യുവതിയുമായി വിശദമായി തന്നെ സംസാരിച്ചു. നിലവിലിപ്പോൾ യുവതി കേരളത്തിന് പുറത്താണ്. 2023 ആദ്യമായി മെസ്സേജ് അയക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു വിവാഹാഭ്യർത്ഥന നടത്തി പിന്നീട് ലൈംഗിക ഉദ്യോഗസ്ഥരോട് തന്നെ പെരുമാറുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് പരാതിയുമായി പോകേണ്ടതില്ല. പ്രത്യേകിച്ച് കാരണം എടുത്തു പറഞ്ഞ കാര്യം, ഒന്ന് രാഷ്ട്രീയത്തിൽ ഉന്നതരാണ്, സ്വാഭാവികമായിട്ടും ആ നിലയിൽ പരാതി പരിഗണിക്കപ്പെടില്ല എന്ന ബോധ്യമുണ്ട്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ വിവാഹാഭ്യർത്ഥന പിന്മാറില്ല എന്നൊരു പ്രതീക്ഷ ആ യുവതി പങ്കുവച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് സ്ഥാനമാനങ്ങളെത്തി, പ്രത്യേകിച്ചും ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ പിന്നീട് ഈ വിവാഹം ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ പരാതിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഹൂ കെയർസ്, ഐ ഡോണ്ട് കെയർ തുടങ്ങിയ നിലയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്താമെന്ന് തീരുമാനിച്ചത്. നേരത്തെ സൂചിപ്പിച്ചു, ഈ യുവതിയുടെ സുഹൃത്തിനും സമാനമായ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് താൻ മാത്രമല്ല ഇതിന്റെ ഇരയെന്ന് ബോധ്യപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്താമെന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിന് പുറത്താണ് നിലവിലിപ്പോൾ യുവതിയുള്ളത്. നിലവിൽ മറ്റ് നിയമ നടപടികളോ അല്ലെങ്കിൽ പാർട്ടിക്ക് മറ്റ് പരാതികളോ കൊടുക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്തായാലും ഇത്തരം ഈ പൊതുപ്രവർത്തകന്റെ ഈ നിലയിലുള്ള ഒരു പെരുമാറ്റം അത് സമൂഹം അറിയണം എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽ ആ യുവതിയുമായി സംസാരിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.